രാഷ്ട്രീയ നിശ്ചയം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമുക്കും ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അമേരിക്ക UN പ്രമേയം വീറ്റോ ചെയ്തതിൽ ഇപ്പോഴുള്ള ഒരു സാഹചര്യം വെച്ച് അപ്പോഴും ഇസ്രയേലിന്റെ പ്രതിനിധി തന്നെ പറയുകയാണ് ഗസയെ റിയൽ എസ്റ്റേറ്റ് ആക്കി മാറ്റി വിൽക്കാനുള്ള ബിസിനസ് പ്ലാൻ ട്രംപിന്റെ ടേബിളിന് പുറത്താണ് എന്ന് ഇസ്രായേൽ പ്രതിനിധി പറയുന്ന സമയത്തു കൂടിയാണ് അമേരിക്ക ഈ നിലപാട് വ്യക്തമായി പ്രകടമാക്കുകയും ചെയ്യുന്നത്. ഏത് രീതിയിലേക്ക് ലോകം മുഴുവൻ ഇടപെട്ടാലും അമേരിക്കയുടെ നിലപാട് ഈ തരത്തിൽ നിൽക്കുമ്പോൾ ഇനി കാര്യങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകും? ഗസയിൽ എന്ത് പ്രതീക്ഷിക്കാം? ലോകം മുഴുവൻ എതിർത്താലും അമേരിക്കയുടെ പിന്തുണ ഉള്ളിടത്തോളം കാലം ഇസ്രായേലിനെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന യാഥാർത്ഥ്യ ബോധം ഇസ്രായേലിനുള്ളത് കൊണ്ടാണ് ഒരു ഫൈനൽ പുഷ് എന്ന നിലയിൽ ഗാസ സിറ്റിയുടെ കേന്ദ്രത്തിലേക്ക് ഇസ്രായേലിന്റെ ടാങ്കുകൾ പ്രവേശിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഹമാസിന്റെ അവശേഷിക്കുന്ന തുരുത്തുകൾ ഇപ്പോൾ ഗാസ സിറ്റിയുടെ ഏതാണ്ട് കേന്ദ്ര ഭാഗത്താണ്. 2017 ഇസ്രായേലിന്റെ സൈന്യങ്ങൾ ഗാസ വിട്ടു പോയതിനു ശേഷം ആദ്യമായിട്ടായിരിക്കാം ആ പ്രദേശത്തേക്ക് ഇസ്രായേലിന്റെ ടാങ്കുകൾ ഉരുണ്ടു നീങ്ങുന്നത്. അതിനർത്ഥം പൂർണ്ണമായി ഗാസ കരയുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്തുകയും അങ്ങനെ കംപ്ലീറ്റ്ലി ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുക എന്ന ഇസ്രായേലിന്റെ ഒറിജിനൽ പദ്ധതി. 2 പദ്ധതികളായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നത്. ഒന്ന് ബന്ദിമോചനം, 2 ഹമാസിന്റെ അവസാനം. ബന്ദിമോചനം പൂർണ്ണമായി സാധ്യമായിട്ടില്ല. 20ഓളം ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ തടവിലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ബാക്കിയുള്ള ആളുകൾ 50ഓളം പേര് കാണാനുള്ളവരായി ഉണ്ടാകും. അതിൽ 30 പേരെങ്കിലും മരണപ്പെട്ടിരിക്കാനുള്ള സാധ്യത ഇസ്രായേൽ തള്ളിക്കളയുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് എങ്കിലും നെതന്യാഹുവിന്റെ കിരീടത്തിൽ അല്ലെങ്കിൽ ഒരു പൊൻതൂവലെങ്കിലും കൂടി ചാർത്തണം എന്ന ആഗ്രഹത്തിലാവണം. പൂർണ്ണമായി നൗ ഓർ നെവർ എന്ന രീതിയിലാണ് പുഷ് ചെയ്യുന്നത്. ഇതിനിടയിൽ ഗാസയെ ഒരു റിയൽ എസ്റ്റേറ്റായി മാറ്റിയെടുക്കാനുള്ള ട്രംപിന്റെ വിശാലമായ പദ്ധതികൾ എന്നത് ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണ്. പക്ഷെ ആ രീതിയിലൊന്നും അന്താരാഷ്ട്ര സമൂഹവും അറബ് ലീഗോ ഇസ്ലാമിക ലോകമോ ഒന്നും അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ രീതിശാസ്ത്രം വെച്ച് നോക്കിയാൽ കഴിഞ്ഞ ആഴ്ച ദോഹയിൽ വെച്ച് കൂടിയ അറബി ഇസ്ലാമിക് ഉച്ചകോടിയിൽ കൃത്യമായ തീരുമാനങ്ങളാണ് എടുത്തത്. പക്ഷേ ഇത് സംസാരിക്കാമെന്നല്ലാതെ, പ്രസ്താവനകൾ നടത്താമെന്നല്ലാതെ, ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുമെന്നും ഇസ്രായേലിനെ ചെറുത്തു നിൽക്കുമെന്നും എക്കാലത്തും പറഞ്ഞതുപോലെ പറയാമെന്നല്ലാതെ കാര്യമായി ഒന്നും ചെയ്യാനില്ല. വിഷയം ഐക്യരാഷ്ട്രസംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ എത്തുമ്പോൾ അമേരിക്ക വീറ്റോ ചെയ്തുകൊള്ളും. ലോകരാജ്യങ്ങൾക്ക് ആ രീതിയിൽ ഇസ്രായേലിനെതിരെ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറയാനല്ലാതെ പൂർണ്ണ ഉപരോധത്തിലേക്ക് ഇസ്രായേലിനെ തള്ളിവിടാനാവില്ല എന്ന ഒരു പ്രതീതിയാണ് ഇസ്രായേലിനുള്ളത്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങളുടെ എല്ലാം തീരുമാനത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് അമേരിക്കയെ മാത്രം കോൺഫിഡൻസിലെടുത്തുകൊണ്ട് ഇപ്പോൾ നീങ്ങുന്നത് ആ രീതിയിലാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസിന്റെ ഏതാണ്ട് 25,000-ഓളം പോരാളികളാണ് ഉണ്ടായിരുന്നത് യുദ്ധം തുടങ്ങുന്ന സമയത്ത്. ഇപ്പോൾ അവശേഷിക്കുന്നതായി ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത് കേവലം 3,000-നും 5,000-നും ഇടയ്ക്ക് ഫൈറ്റേഴ്സ് മാത്രമാണ്. ഈ ഫൈറ്റേഴ്സിനെ കൂടി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹമാസിന്റെ ത്രെട്ട് ഈ ഇസ്രായേലിന്റെയും പലസ്തീന്റെയും ഗാസയുടെയും മണ്ണിന് വെളിയിൽ മാത്രമാണ്. ഖത്തർ പോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയാണ്. അതുകൊണ്ട് അതുകൂടി അവസാനിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയും ഒരു മധ്യസ്ഥതയും ഒരു രാജ്യവും, ഈജിപ്ത് ആകട്ടെ ഖത്തർ ആകട്ടെ, യാതൊരു മധ്യസ്ഥതയും നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഖത്തറിൽ ദോഹയിൽ വലിയ ആക്രമണം നടത്തിയത്. ഹമാസ് കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ പദ്ധതികൾ വളരെ വ്യക്തമായി, നെതന്യാഹുവിന്റെ പദ്ധതികൾ മൊസാദിന്റെ മേധാവി ഡേവിഡ് ബാർണി പറഞ്ഞതിനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ മൊസാദിനെ ഒരു പരിധിവരെ മാറ്റി നിർത്തിക്കൊണ്ട് ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബിറ്റിനെ കോൺഫിഡൻസിലെടുത്തുകൊണ്ട് സൈന്യത്തിന്റെ ഒരു വിഭാഗത്തെ കൂടെ കോൺഫിഡൻസിലെടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഫൈനൽ പുഷ്. പല ആവർത്തി ഡേവിഡ് ബാർണി സൂചിപ്പിച്ചതാണ് എന്നാണ് അറിയുന്നത്. നിങ്ങൾ ഇസ്രായേലിന്റെ ഗാസയിലേക്ക് കടന്നു കയറുന്നത് പോലെയല്ല ഹമാസിന്റെ ഖത്തറിലെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത്. ഖത്തറിനെ ഒരു ഇന്റർലോക്യൂട്ടർ എന്ന നിലയിൽ ഉപയോഗിക്കാനുള്ള ഭാവി സാധ്യതകൾ പൂർണ്ണമായി അടച്ചു കളയരുത് എന്ന് പറയുമ്പോഴും ഭാവിയിൽ ഒരു നെഗോസിയേഷനും ആവശ്യമില്ല, ഈ വിഷയം ഞങ്ങൾ നേരിട്ട് പരിഹരിച്ചു കൊള്ളാം എന്ന ഇസ്രായേലിന്റെ ഒരു തീരുമാനമാണ് ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത മനുഷ്യാവകാശ ലംഘനവും കംപ്ലീറ്റ് ഡിസ്പ്ലേസ്മെന്റ്. ഗാസയുടെ 10 ലക്ഷത്തോളം ആളുകളാണ് ഗാസ സിറ്റിയിൽ. ആകെയുള്ള 23 ലക്ഷം പേരിൽ 10 ലക്ഷത്തോളം പേരാണ് ഗാസ സിറ്റിയിലുള്ളത്. അതിൽ ഏതാണ്ട് 7 ലക്ഷത്തോളം പേര് ഇപ്പോൾ പലായനത്തിലാണ്. അവരിനി എങ്ങോട്ട് പോകുമെന്നാണ്. റഫ സിറ്റിയാണ് തെക്കൻ അതിർത്തി, ഈജിപ്ത് അതിർത്തിയിലുള്ള റഫ കടത്ത്. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളവും വെളിച്ചവും ഇല്ലാതെ ദീർഘകാലമായ ആളുകളെ നട്ടം തിരിയുകയാണ്. അപ്പോൾ ഒരിടത്തേക്കും പോകാനില്ലാത്ത ഒരുതരം പ്രഷർ കുക്കർ സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്നു ഗാസയുടെ സാധാരണക്കാരായ അമ്മമാരും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ജനങ്ങൾ. ഇവിടെ ഒരു കടുത്ത മനുഷ്യാവകാശ ലംഘനം നടക്കുമ്പോഴും ലോക മനസാക്ഷി മരവിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയും കാണുന്നു. പ്രസ്താവനകൾക്ക് അതീതമായി ഇസ്രായേലിനെ തടയാൻ ആവുന്നില്ല ലോകത്തിന് എന്ന യാഥാർത്ഥ്യവും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്.
ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ ഈ നേരത്തെ ഉറ്റുനോക്കുന്നത് പോലെ അറബ് രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അതിർത്തി കടന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ മര്യാദ ലംഘിച്ചുള്ള ആക്രമണങ്ങൾ എന്ന അറബ് രാഷ്ട്രങ്ങൾ അപലപിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ പക്ഷേ ഈ എടുക്കുന്ന ഈ നിലപാട് ശക്തമാകുന്നില്ല എങ്കിൽ ഒരുപക്ഷെ തിരുത്താൻ കഴിയാത്ത ഒരു നിലപാടിലേക്ക് ഇസ്രയേലിന് കടക്കാൻ കഴിയും. അത് മറുവശത്തുള്ള രാഷ്ട്രങ്ങൾക്ക് ഏത് തരത്തിൽ അത് പ്രതിരോധിക്കാൻ കഴിയും, അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള ഏതെങ്കിലും സാധ്യതയുണ്ടോ? ഇനി കായികമായി സൈനികമായി പ്രതിരോധിക്കാൻ അറബ് രാജ്യങ്ങൾക്ക് ഒരു വേർവിറ്റൽ ആൻഡ് വില്ലിങ്നെസ് ആൻഡ് ടെനാസിറ്റി ഉണ്ട് എന്ന് കരുതാനാവില്ല. അതാകെ ചെയ്തിട്ടുള്ളത് ഇറാൻ മാത്രമാണ്. ഇറാൻ അറബ് രാജ്യമല്ല എന്ന് ഓർക്കണം. ഇസ്ലാമിക രാജ്യമാണെങ്കിലും അറബ് മേഖലയ്ക്ക് പുറത്തുള്ള ഇറാൻ മാത്രമാണ് ഇസ്രായേലിനെ സമീപ ഭൂതകാലത്ത് നേരിട്ട് ആക്രമിക്കാൻ തയ്യാറാക ഏക മുസ്ലിം രാജ്യം. അതുകൊണ്ട് അറബ് രാജ്യങ്ങൾക്ക് സംസാരിക്കാമെന്നല്ല, അത് മാത്രമല്ല അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും GCC രാജ്യങ്ങളുടെ സുരക്ഷ അമേരിക്കൻ ആയുധങ്ങൾ കൊണ്ടാണ് F-16 മുതലായ F-35 മുതലായ ഫൈറ്റർ പ്ലെയിൻസും ആയുധങ്ങളുടെ റീപ്ലേസ്മെന്റ് ആൻഡ് ഓൾസോ റിന്യൂവൽ, അതുപോലെ റിപ്പയർ, ഇതെല്ലാം ചെയ്യേണ്ടത് അമേരിക്കയാണ്. അമേരിക്കയുടെ ടെക്നിക്കൽ സഹായം ഇല്ലാതെ ഒരു കാരണവശാലും GCC രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് സൗദി അറേബ്യക്കോ കുവൈറ്റിനോ ഖത്തറിനോ ഒന്നും തന്നെ UAEക്കോ ഒന്നും തന്നെ മുന്നോട്ട് പോകാനാവില്ല എന്ന യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം അമേരിക്ക ഖത്തറുമായി ഒരു സൈനിക സഹകരണ കരാറിൽ ഒപ്പിട്ട് വെച്ചിരിക്കുന്നു. ഖത്തറിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു സൈനിക കരാറാണ്. നോക്കൂ, അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം അൽ ഉദൈദ് താവളം ഖത്തറിൽ ദോഹയിൽ കരുത്താണ്. അതുണ്ടായിരിക്കെ അമേരിക്കയുടെ മൂക്കിന് മുന്നിൽ നടന്ന ആക്രമണം തടയാൻ അമേരിക്ക കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അമേരിക്കയുടെ ദയാദാക്ഷിണ്യങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങൾ കാതോർക്കുകയാണ്, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വിഷ്യസ് സർക്കിളിലേക്കാണ് ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC മേഖലയിലുള്ള അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കുറെ ശബ്ദമുണ്ടാക്കാമെന്നല്ലാതെ കാര്യത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനുള്ള പ്രതികാരം ചെയ്യാൻ, അല്ലെങ്കിൽ പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്ന് മാത്രമേ വരാൻ എന്തെങ്കിലും സാധ്യതയുള്ളൂ. അതും ഒരുപക്ഷെ 100% ഉറപ്പുള്ള കാര്യമല്ല. ഇറാനും ഒരു പരിധിവരെ ഇപ്പോൾ ഒരു യുദ്ധം ഇക്കാര്യത്തിൽ അറബികളുടെ സഹോദരന്മാരായ പാലസ്തീനിയൻസിനെ കുറിച്ച് അറബ് രാജ്യങ്ങൾക്ക് ഇല്ലാത്ത കൺസേൺ തങ്ങൾക്കെതിരെ എന്നായിരിക്കണം ഇറാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ടർക്കിയുടെയും ഇറാന്റെയും ഭാഗത്തു നിന്ന് ചില ശബ്ദങ്ങൾ ഉണ്ടാകാമെന്നല്ലാതെ ഇസ്രായേലിനെതിരെ സൈനികമായ ഒരു നടപടി സംയുക്തമായ അറബി സൈന്യങ്ങൾ അവർ നെയ്റ്റോ മാതൃകയിൽ സംഘടിക്കുന്നു എന്നൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപനങ്ങളിൽ കണ്ടത്. പക്ഷെ നെയ്റ്റോ എന്ന് പറഞ്ഞാൽ വൺ ഫോർ ഓൾ ഫോർ വൺ, ഇതാണ് തത്വം. അതായത് ഏതെങ്കിലും ഒരു നെയ്റ്റോ രാജ്യം നെയ്റ്റോയുടെ പുറത്തുനിന്ന് ആക്രമണ വിധേയമായാൽ എല്ലാ നെയ്റ്റോ രാജ്യങ്ങളും ചേർന്നുകൊണ്ട് സൈനികമായ ആ രാജ്യത്തിനെ സംരക്ഷിക്കുകയും ആക്രമണകാരിയെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നെയ്റ്റോയുടെ സൈനിക നടപടി. ആ രീതിയിൽ അറബ് രാജ്യങ്ങൾ സംഘടിക്കാൻ പോകുന്നു എന്ന പ്രതീതി ജനിച്ചതല്ലാതെ അതിനുള്ള മറ്റ് നീക്കങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല. അതുകൊണ്ടാണ് സൈനികമായ ഒരു പ്രതികരണം, ഗാസയുടെ ഫൈനൽ പുഷ് എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങൾ തങ്ങളെ ആക്രമിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഇസ്രായേൽ ഇപ്പോൾ ഫൈനൽ പുഷിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നിഗമനം. ഇസ്രായേൽ ആ പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ അമേരിക്കയും അതനുസരിച്ച് തന്നെ മാർക്കോ റൂബിയോ ഈ ദോഹ അറബ് സമ്മിറ്റിനു ശേഷം ഖത്തറിലെത്തുകയും ഖത്തറിനെ തണുപ്പിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുമ്പോൾ ഈ സബ്മിറ്റിൽ എടുത്ത നിലപാട്